നമസ്കാരം. ഇനി ശബരിമലയിലേക്ക് കെട്ടും കെട്ടിയിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളടക്കം അവിടെ പോകുന്നുണ്ട്. എനിക്കറിയാമത്. കേരളത്തിൽ പിന്നെ അത് മുസ്ലിങ്ങൾ കുറേ തീവ്രവാദമുള്ളത് കൊണ്ട് അവരുടെ ആളുകൾ രഹസ്യമായിട്ടേ പോവുള്ളൂ. അമ്പലങ്ങളിലൊക്കെ ഗുരുവായൂരേക്കും പോകുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയല്ലേ ഗുരുവായൂരപ്പൻ്റെ ചിത്രമൊക്കെ വരച്ച് വിറ്റതൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു നിയമം വരാൻ പോവുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട്? ഇതൊക്കെ വരുത്തി വെച്ച വിനകളാണ്. പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങളുടെ മതമാണ് കോപ്പ്, ഞങ്ങളുടെ മതമാണ് കോപ്പ്, അതിനപ്പുറം ഒരു മതമില്ല, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള അവരുടെ ഒരു വൈഷമ്യം, മറ്റുള്ളവരെ അവഹേളിക്കാനുള്ള അവരുടെ ഒരു താല്പര്യം, ഇതിനുള്ള തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ RSSനെയോ BJPയോ സംഘപരിവാറിനെയോ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇത് ഭാരതമാണത്. ഈ ഭാരതത്തിനകത്ത് ബഹുളങ്ങളായിട്ടുള്ള മതങ്ങളുണ്ട്, പലവിധ ചിന്തകളുണ്ട്, ഈശ്വരവിശ്വാസം പല രൂപത്തിലുള്ളവരുണ്ട്, ഈശ്വരവിശ്വാസമില്ലാത്തവരുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് പോകണം. ഭാരതം എന്ന് പറഞ്ഞ അഭിത, ആ മഹത് പ്രസ്ഥാനത്തിൽ എല്ലാവരും അതിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെ മതം രണ്ടാമതാ, ആദ്യം രാഷ്ട്രമാണ്. അതിൽ ഞങ്ങൾ പെടില്ലെന്ന് മുസ്ലിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കില്ല കേട്ടോ, ഇതുകൊണ്ട് അവസാനിക്കില്ല. ബദരീനാഥ് അതുപോലെ തന്നെ കേദാർനാഥ് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഭൂമിക മുഴുവൻ പെടുന്നുണ്ട്. ആ ഒരു ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത്. നമസ്കാരം. ഞാനൊക്കെ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഖുറാൻ എന്നുള്ള ഗ്രന്ഥം കാണുമ്പോൾ എൻ്റെ വീട്ടിൽ നിറച്ച് ഖുറാൻ ഗ്രന്ഥങ്ങളുണ്ട്. നിറച്ച് ബൈബിളുണ്ട്. ഒരു പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ, സത്യമാണ്, പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുപോലെ വലുതും ചെറുതായിട്ടുള്ള പല ബഹുവിധ ഭാഷയിലുള്ള ബൈബിളുണ്ട്, ഖുറാനുണ്ട്. അതോടൊപ്പം തന്നെ ഉപനിഷത്തുകളുണ്ട്. എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് തൊടാതെ ഇത് തൊടാതെ അത് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അതേ സമയത്ത് മുസ്ലിങ്ങൾ മാത്രമാണ് ആവശ്യമില്ലാത്ത തീവ്രവാദം കൊണ്ടിടക്കുന്നത്, മത തീവ്രവാദം കൊണ്ടിടക്കുന്നത്. ആളുകളെ കൊല്ലുക, അടിക്കുക എന്നുള്ളതൊക്കെ എല്ലാ മതത്തിലുള്ളതാണ്. പക്ഷേ മതത്തിനകത്ത് മറ്റുള്ള മതങ്ങളെ മുഴുവൻ പുച്ഛിക്കുക, മറ്റുള്ള മത അനുയായികളെ പുച്ഛിക്കുക, മറ്റ് മത ആചാര്യന്മാരെ പുച്ഛിക്കുക, ഇതൊരു ഒരു പരിപാടിയായിട്ട് കൊണ്ടു നടക്കുന്ന മുസ്ലിങ്ങൾ ഒരു കാര്യം അറിയുന്നില്ല. അവരുടെ കാലിലെ അടിയുള്ള മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പലപ്പോഴും എന്നോടിപ്പോൾ സ്ഥിരം ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. പല ഫോൺ കോളുകൾ ഒക്കെ ഈ ഒറ്റ ഫോൺ കോൾ നമ്പറിലില്ല കേട്ടോ. ഒക്കെ 352 848 ഇങ്ങനത്തെ ഫോൺ നമ്പറുകളാണ് വരിക. ഇതിൽ മുഴുവൻ വരുന്നത്, പിന്നെ കമൻസിൽ വരുന്നുണ്ട്, നീ ധൈര്യമുണ്ടെങ്കിൽ ദുബായിലേക്ക് വരാൻ. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുബായ് ഭരണാധികാരികൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ദുബായിക്ക് വേണ്ടി, UAEക്ക് വേണ്ടിയിട്ടാണ്, പലസ്തീന് വേണ്ടിയിട്ടാണ്, സൗദി അറേബ്യയുടെ വികാസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവർ വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെല്ലാ മുസ്ലിങ്ങളും ഇവരെ താങ്ങാൻ വരുന്ന വിചാരിച്ചിട്ടുള്ളത്. അതവരുടെ മിഥ്യാധാരണയാണ്. എല്ലാവരും അറിഞ്ഞു, അവരറിഞ്ഞിട്ടില്ല, അത് മാത്രം. അപ്പോൾ അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. ഏതായാലും ഇനി അമ്പലങ്ങളുടെ പരിസരത്തിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യം അവരൊരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിളാനദീ തീരത്ത് തിരുനാവായയിൽ അവിടെ കുംഭമേള നടക്കുന്നുണ്ട്. ആ കുംഭമേള അവിടെ നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ചുറ്റുപാട് മുഴുവനുള്ള മുസ്ലിം ഫാമിലികളാണ് ഉള്ളത്. അവരവിടെ ആദ്യ കാലഘട്ടത്തിൽ ചെറിയൊരു തലകുലിക്കുകയും കാണിച്ചത് വേണോ, അങ്ങനെയാണ്, ഇങ്ങനെ RSകാരാണ് മറ്റാണെന്നൊക്കെയും പറഞ്ഞ് അവിടെ നടക്കുന്ന RSSൻ്റെ പ്രചരണാർത്ഥം നടത്തുന്നതാണ് കുംഭമേള എന്നാണ് ആദ്യം ഞാനും ധരിച്ചു വെച്ചത്. പക്ഷെ കളി മാറി നടക്കുകയാണ് അവിടെ. ഇനിയിപ്പോൾ എല്ലാ 6 വർഷം കൂടുമ്പോഴും അർദ്ധകുംഭമേളയും 12 വർഷം കൂടുമ്പോൾ കുംഭമേളയും അവിടെ നടത്താനുള്ള പ്രോഗ്രാമാണ് അവിടെയുള്ളത്. അതിലേറ്റവും കൂടുതൽ ഗുണം കൊയ്യുന്ന ആരാധനയോ, ഹിന്ദുക്കൾ അവിടെ ചെല്ലുന്നു, തൊഴുന്നു, പോരുന്നു. അതേ സമയത്ത് മുസ്ലിങ്ങൾ
അതേ രസം മുസ്ലിങ്ങൾ അവിടെ ബിസിനസ് നടത്തുക. അവർ കുറ്റപ്പെടുത്തല്ല, പാവപ്പെട്ട ഉമ്മമാരും അവരവിടെ എന്തായാലും പറയുക സോഡ, സർബത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. അവർ കാറുകൾ വരുമ്പോൾ അവരെ പടിക്കിട്ടിട്ട് അതിൻ്റെ ഒരു ചാർജ് ചിലർ ചോദിച്ച് വാങ്ങും, ചിലർക്ക് അത് കിട്ടും, ഒരു സന്തോഷത്തിന് കിട്ടും. അവർക്ക് ഒരു ദോഷവും അവിടെ ചെയ്യുന്നില്ല. പക്ഷെ അത്തരം പ്രവണതകൾ അത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇത്രയും പറഞ്ഞത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഷബ്ന ആസ്മി പറഞ്ഞ പോലെ തെരുവിലുള്ള മുസ്ലിങ്ങൾക്ക്, തെരുവിലുള്ള ഹിന്ദുക്കൾക്ക്, തെരുവിലുള്ള ക്രിസ്ത്യാനികൾ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ കുറേ തലയെക്കെട്ടുകാർ, ഇപ്പുറത്ത് കുറേ സന്യാസിമാർ, അപ്പുറത്ത് കുറേ പള്ളിയിലച്ചന്മാർ, ഇവരൊക്കെയും കൂടിയിട്ടാണ് ഈ മതം ഒരു ഉണ്ടച്ചുരുട്ടാണെന്നും പറഞ്ഞ് ആളുകളെ പീഡിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും അവരെ ഓരോ തുരുത്തുകളിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ അതിൻ്റെ പരിണിതഫലമാണ് ഈ പറയുന്നത്. ഇതിനു മുമ്പ് ഋഷികേശ്, ഹരിദ്വാർ ഭാഗത്ത് മറ്റേ ഉത്തരാഞ്ചൽ എന്ന് പറയും, ഉത്തരാഖണ്ഡ്, പണ്ടത് ഉത്തരാഞ്ചലായിരുന്നു, അത് മറ്റേ UP ആണ് വാസ്തവത്തിൽ. ആ UP നിന്ന് ഒരു ഭാഗം വേർപ്പെടുത്തിയതാണ് ഉത്തരാഞ്ചലായത്. പിന്നെ അതിൻ്റെ പേര് പെട്ടെന്ന് മാറ്റി ഉത്തരാഖണ്ഡ് എന്നായി. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനകത്ത് പോലും ഇപ്പോൾ രണ്ടാനമ്മ പെറ്റ മക്കളുടെ പോലെ പാർശ്വവൽക്കരണം നടത്തിയിരിക്കുകയാണ്, ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. ഞാനവിടെ ഋഷികേശിലും ഹരിദ്വാറിലും ഉത്തരകാശിയിലും ഗംഗോത്രയിലുള്ള സമയത്ത് അവിടെ ഒരുപാട് മുസ്ലിങ്ങളുടെ കടകളുണ്ടായിരുന്നു. ആ മുസ്ലിങ്ങളുടെ കട ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കട അവിടെ വെക്കാൻ പറ്റുന്നില്ല, വെച്ചപ്പോൾ തല്ലി പൊളിച്ചു കളയും. ഇനി വെക്കുകയാണെങ്കിൽ തന്നെയോ മറ്റുള്ളവരോട് സമരസപ്പെട്ടു പോകേണ്ട ഗതികേട്. ആരെ കാണുമ്പോൾ ഒന്നും വണങ്ങുക, അതൊരു മര്യാദയുടെ ഭാഗമാണ്. പക്ഷെ അത് പലർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് ഉണ്ടയായാലേ മതിയാകുന്നതായിട്ടുണ്ട്. അവിടെ ഋഷികേശിലും ഹരിദ്വാറിലൊക്കെ അവരുടെ ഇറച്ചിവെട്ട് അത് ഇവരുടെ മാത്രം കുത്തകയായിരുന്നു മുസ്ലിങ്ങളുടെ. അതൊരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് അവർ നടത്തിയിരുന്നത്. ഇപ്പം അതും പറ്റാണ്ടായി. അതേ സമയത്ത് അവിടെ ക്രിസ്ത്യാനികളുടെ പള്ളികളുണ്ട്, ക്രിസ്ത്യാനികളുടെ മഠങ്ങളുണ്ട്, കന്യാസ്ത്രീ മഠങ്ങളുണ്ട് അവിടെ. ഈ കന്യാസ്ത്രീ മഠത്തിൽ ഒരിക്കൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് അവിടുന്ന് താഴെ നിന്ന് ഒരു വളരെ പ്രായം ചെന്നൊരമ്മ, അപ്പം അവർ വീൽ ചെയറിലായിരിക്കുന്നത്. ഞാൻ മേലെ കൂടെ, റോഡ് കുറച്ച് മേലെയാണ്, അതിൻ്റെ താഴെയാണ് ഇവരുടെ മഠം. അപ്പോൾ ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടാണ് മലയാളീസ് എന്ന്. ഈ അമ്മ അവർക്കൊരു 80-85 വയസ്സായിട്ടുണ്ടാവും, വീൽ ചെയറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാജി എന്ന് പറഞ്ഞ് താഴ്ത്തി ഇറങ്ങി എന്നിട്ട് എനിക്ക് കാപ്പി ചായയോ മറ്റോ കൊണ്ടുവന്നു. പിന്നെ പറഞ്ഞ് അവരേത് വലിയ കൊമ്പത്തിരിക്കുന്ന ആളും എടാന്നാ വിളിക്കുള്ളൂ. എടാ, നിനക്ക് ചോറൊന്നും ഇവിടെ തരാൻ പറ്റില്ല കേട്ടോ, ഞങ്ങൾ ഇറച്ചി എന്തൊക്കെ തിന്നുന്നവരാ, ചത്ത ശവം തിന്നുന്നവരാ, നീയൊക്കെയും പച്ചക്കറിയല്ലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞു വരുന്ന ചായ കഴിച്ചു, പിന്നെന്തോ കടിയെന്തോ അവിടുത്തെ എന്തോ സാധനം അവർ വാങ്ങിച്ചു കഴിച്ചു. അവരങ്ങനെ മറ്റുള്ളവരുമായിട്ട് സങ്കലനം നടത്തുന്നവരാ. അത്തരം ആൾക്കാർ മുസ്ലിം സൊസൈറ്റിയിലുണ്ട്. പക്ഷേ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന കുറേ എണ്ണം തെമ്മാടിക്കൂട്ടങ്ങളാണ്. അതിലൊരു തെമ്മാടിക്കൂട്ടവും ഞാനും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാവരും എന്നോട് പറയും, അതിൻ്റെ ആൾക്കാർ തന്നെ പല ഉസ്താദുമാരും പലരും പറഞ്ഞു, സ്വാമിജി ഒന്നും മിണ്ടാണ്ടിരിക്കുക, ആ വർഗം അങ്ങനെയാണ്, അതൊരു വർഗം അങ്ങനെയാണ്. പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ ധാരണ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി അങ്ങോട്ട് ചുറ്റും ഹൈനകളുടെ പോലെ അറ്റാക്ക് ചെയ്ത് ഏത് ആനയും വീഴ്ത്താന്നാണ് കരുതിയത്. തെറിയോട് തെറിയെങ്കിൽ തെറി. സന്യാസിമാർ തെറി പറയാൻ പാടില്ല, അങ്ങനെ നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു വേദത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, RSSൻ്റെ ഭരണഘടന അല്ലെങ്കിൽ RSSൻ്റെ എന്താണ് പറയുക, അവരുടെ മഹാവാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള RSSൻ്റെ പ്രധാന മഹാവാക്യം എന്താ? ഇവിടെ മുസ്ലിങ്ങളാണ് ആന്തരിക ശത്രുക്കൾ, ഒരു രാജ്യത്തിൻ്റെ ആന്തരിക ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. നമ്പർ 1 മുസ്ലിങ്ങളാണ് കേട്ടോ. ആൽഫബറ്റ് വൈസ് ആണെങ്കിൽ ആദ്യം ക്രിസ്ത്യാനികളിൽ ഉൾപ്പെടുത്തേണ്ടത് മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളായ 1-2% ഉള്ളൂ, മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ എന്തെല്ലാം കണ്ടെത്താൻ പറ്റും നോക്കി നടക്കുകയാണ് RSSകാർ, സംഘപരിവാറുകാർ. ആ സംഘപരിവാറുകാർ എന്ന് പറയുന്ന തീവണ്ടിയുടെ മുമ്പിൽ തല വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട ഊശാമ്പി വർത്താനങ്ങളിലൂടെ ഈ തലയെക്കെട്ടുകാരും മറ്റുള്ള ആൾക്കാരും. സാധാരണക്കാർ അവരിലെ ഭൂരിഭാഗം ആൾക്കാർ അവരവരുടെ കാര്യമായിട്ട് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. എനിക്കൊരിക്കലും ഒരാൾ ഫോൺ ചെയ്തിട്ട് സ്വാമിജി നമസ്കാരം മറ്റുള്ള കാര്യങ്ങൾ, അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു കാര്യം പറയാനായിരിക്കുന്ന വിചാരിച്ചത്.
അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട് അത്രേ, കാസർഗോഡ് നിന്നാണ് വിളിച്ചിട്ടുണ്ട് അത്രേ. അപ്പം അങ്ങനെ കുറേ കാലം ഉസ്താദൊക്കെ അടിഞ്ഞു ചോദിക്കിയിട്ട് അങ്ങനെ വാപ്പ അങ്ങനെ തല്ലി കൊണ്ടുപോയിട്ട് ഇപ്പോൾ ദുബായിലോ യു എയിലോ മറ്റേ ബിസിനസ് നടത്തുകയാണ്. ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആളെന്നെ വിളിച്ചു. ആളുടെ സംസാരിക്കും ഉസ്താദിൻ്റെ പോലെയാണ്, വളരെ മന്ദമായിട്ട് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ പറഞ്ഞു, പിന്നെ മറ്റേ കാര്യമുണ്ടല്ലോ സാത്ത് വിട്ടുകളെ സ്വാമി, ഇവരൊക്കെ തലയില തന്നെ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. സ്വാമി പറഞ്ഞാണ് സത്യം. മതമൊക്കെ അവരവരുടെ വീട്ടിലും അവരവരുടെ മനസ്സിലും. ബാക്കിയുള്ള കാര്യം സ്വാമി പറഞ്ഞാൽ സത്യം. കാലത്ത് ഇഡ്ഡലി ഉണ്ടോ ദോശയുണ്ടോ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തിരി ഉണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കി നടക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരവരുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ, അവരവരുടെ സ്വഭാവം ചിട്ടപ്പെടുത്താൻ മതം ആവശ്യമാണ്. അത് തലയിലേറ്റിക്കൊണ്ട് നടക്കാവുന്ന ആളല്ല ഞാൻ സ്വാമി. പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അവിടുത്തെ തണുപ്പിൻ്റെ കാര്യം, ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം എന്നിത്യാദി കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട. അപ്പം അങ്ങനെ ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് അർത്ഥം. ഏതായാലും പതുക്കെ 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 ഇങ്ങനെ ക്യാൻസർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് എട്ടുകാലി വല കെട്ടുന്ന പോലെയാണ്. ഇവിടുന്ന് ഇവിടെ കെട്ടി, ഇവിടുന്ന് ഇവിടെ കെട്ടി, അവിടുന്ന് ഇവിടെ കെട്ടി, ഇവിടുന്ന് ഇവിടെ കെട്ടി. അതാണ് ക്യാൻസർ. അതായത് ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ 1 2 ആവും, 2 4 ആവും, 4 16 ആവും, 16 എത്രയാ, 16 × 16 എത്രയാ, അത്ര തന്നെ അത്രയാവും. ഇങ്ങനെയാണ് നിമിഷങ്ങളെ കൊണ്ട് കോടാനുകോടി സ്ഫോടനങ്ങളാണ് നടക്കുക. അതുപോലെയാണ് ഇവരുടെ കാര്യവും. ഇവരിപ്പോൾ ഋഷികേശ്, അതുപോലെ തന്നെ ഹരിദ്വാർ, ഋഷികേശ് കടന്ന് ഉത്തരകാശി കടന്ന് ഇങ്ങനെ പതുക്കെ 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 ഇവിടെ മുസ്ലിങ്ങൾ പാടില്ല, ഇവിടെ മുസ്ലിങ്ങൾ കയറാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ 33 കോടി ദേവതകളും അവർക്കുള്ള അമ്പലങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു ഏരിയയിൽ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാഷ്ട്രത്തിനകത്ത്, വളരെ വലിയ രാഷ്ട്രം, ആ രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന 140 കോടി ജനങ്ങളുണ്ട്. അതിൽ മുസ്ലിങ്ങൾ തന്നെ അതിൽ 10-15% ആൾക്കാരുണ്ട്. അവർ യാത്ര ചെയ്യുമ്പോൾ ഇവിടേക്ക് കിടക്കാൻ പറ്റുമോ, അവിടേക്ക് കിടക്കാൻ പറ്റുമോ, ഇവിടേക്ക് കിടക്കാൻ പറ്റില്ല, അവിടെ കടന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കോ, ഇവിടെ കിടന്ന് തല തല്ലി പൊളിക്കോ, ഇങ്ങനെ പേടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ചേർന്നിരിക്കുകയാണ്. കാരണം എന്താണ്? അവർ എത്ര തന്നെ നമ്മൾ ഈ കാക്കയുടെ ജന്മം എന്ന് പറയും, നമ്മൾ ഈ മറ്റേ ഇവരുണ്ട്, മറ്റേ മുസ്ലിങ്ങളെ നമ്മളിപ്പോൾ മമ്മൂട്ടിയെ നമ്മൾ മമ്മുക്ക എന്ന് വിളിക്കും, അങ്ങ് ആ ഒരു അർത്ഥത്തിൽ വിളിക്കും. അവർ ഇക്ക എന്ന് വിളിക്കും, കാക്ക എന്നും വിളിക്കും. ഈ കാക്ക എന്ന് വിളിക്കുന്നതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് അത്ര, ഒരിക്കലും ഇണങ്ങി ചേരില്ല എന്ന്. അതുകൊണ്ട് കാക്ക എന്ന് വിളിക്കുന്നത് അത് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മളെ കാണുന്ന സമയത്ത്, കാവ്യവസ്ത്രം കാണുന്ന സമയത്ത് തുറിച്ചു നോക്കുന്നതും കണ്ടിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർ തലയ്ക്ക് വെളിവുള്ളവരാണ്. അപ്പം ഏതായാലും ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ നോട്ടം വെച്ചിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും അവരെ തട്ടി 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 മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ തട്ടി മാറ്റി കടലോരത്തെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ തട്ടി കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ളവർ ബംഗാൾ ഉൾക്കടലിൽ പോകും, മറ്റൊരെണ്ണം അറബിക്കടലിൽ വീണ്ടും പോകുന്ന അവസ്ഥയാണ്. ഇന്ത്യ രാജ്യം ഞങ്ങളുടേതല്ല എന്നൊരു മുസ്ലിമിന് തോന്നത്തക്ക വിധത്തിലുള്ള പെരുമാറ്റം ആദ്യം ഉണ്ടായത് അവരിൽ നിന്നാണ്. ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകളും അവരെ ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടത്തിവിടാം. നീയൊന്നും ഇവിടെ ജീവിക്കേണ്ടവനല്ല എന്നുള്ള രീതിയിൽ അതിനു വേണ്ടുന്ന ബലം കൊടുക്കുന്ന പല പ്രക്രിയകളും ഈ സംഘത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. സംഘം മീൻസ് മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നെ തെറി വിളിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അത് മുഴുവൻ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ചെന്നെത്തിപ്പെടുന്ന സ്ഥലത്ത് ചെന്നെത്തിപ്പെടുന്നുണ്ട്. സന്യാസിമാർ കള്ളന്മാരാണ്, ഹിന്ദുമതം ബഹുദേവതാരാധനക്കാരാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഇതെല്ലാം ഇവിടെ വകയിരുത്തുന്നുണ്ട്. അതിൻ്റെ ട്രയൽ ബാലൻസ് തയ്യാറാക്കും, അത് കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഇതൊക്കെ പിന്നീട് അപകടമായിട്ട് വരും. അതും മനസ്സിലാക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ വെല്ലുവിളിക്കുന്നത് ഒരർത്ഥത്തിൽ ഞാൻ വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്നെ തിരിച്ച് വെല്ലുവിളിക്കുമ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല, ആ വെല്ലുവിളി എന്നെ മാത്രമല്ല ബാധിക്കുന്നത്. ഒന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക, പിന്നെന്താ പെടുത്തുക, കേസുകളിൽ പെടുത്തുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ പെടുത്തുക. ഇതിൽ പെടാതിരിക്കേണ്ടത് ആരുടെ കടമയാണ് വാസ്തവത്തിൽ? ഇവിടെ ബഹുഭൂരിപക്ഷം ഹിന്ദു, അതുപോലെ ഇപ്പോൾ RSS അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു, അവരുടെ ഭരണം നടക്കുന്നു, ഭൂരിഭാഗ സംസ്ഥാനങ്ങളിൽ അവരുടെ ഭരണം നടക്കുന്നു. ആ സമയത്ത് ശുഷ്കാന്തിയോടുകൂടി
ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സമൂഹമാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. അത് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചില ആളുകൾ, ഈ ചില കാളകളുണ്ട്, എന്ത് പറഞ്ഞാൽ അവിടെ കൊമ്പ് ഉരുക്കി വരും ആരെണ്ണാന്ന് ചോദിച്ചിട്ട്. ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ചെയ്തികൾ മൊത്തം മുസ്ലിം സമൂഹത്തെയാണ് ബാധിക്കുക. ഇപ്പം ഇവിടെ പ്രശസ്തമായിട്ടുള്ള ബദരീനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹിന്ദുക്കളുടെ പോലെ മുസ്ലിങ്ങളുടെ പോലെയല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ആരെങ്കിലും അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരച്ചു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ യൂസഫലി കച്ചേരി തല്ലിയിട്ടുണ്ട് അങ്ങനെ ബന്ധുക്കൾ. കാരണം എന്താണ്, അദ്ദേഹം ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള കവിതകൾ എഴുതും. അങ്ങനെ എവിടെ പോകുമ്പോഴും വീടിൻ്റെ പുറത്ത് കിടന്ന് അദ്ദേഹം പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് ഉണ്ണികൃഷ്ണ. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, എന്താ അതൊരു നല്ല സങ്കല്പമല്ലേ സ്വാമി എന്ന് ചോദിച്ചിട്ട്, ഒരു കോണമെടുത്ത് മുട്ടുകാൽമ ഇഴഞ്ഞു കിടക്കുന്ന ഒരു ദൈവം, അത് നല്ലൊരു സങ്കല്പമല്ലേ? അതിൻ്റെ പേരിൽ അങ്ങനെ തല്ലു വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടി പോയിട്ട് അവിടെ ഫോട്ടോ വരച്ചതിൻ്റെ പേരിൽ അതിനവിടെ ലഹളയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, തള്ളി മാറ്റാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുക, തള്ളി വീഴാൻ വേണ്ടി വേറൊരു കൂട്ടം ആൾക്കാർ നിൽക്കുക. അപ്പോൾ വീഴാൻ പോകുന്നവന് ഒരു തള്ള് എന്നുള്ള രീതിയാണ് നടക്കുന്നത്. വീഴാൻ പോകുന്ന ഇവിടെ മുസ്ലിങ്ങൾ, തള്ളു കൊടുക്കാൻ നിൽക്കുന്ന RSSകാർ. ബദരീനാഥ് അല്ലെങ്കിൽ കേദാർനാഥ് അതല്ലെങ്കിൽ അയോധ്യ, ഉത്തരേന്ത്യയിലുള്ള ഏത് ക്ഷേത്രത്തിലും എപ്പോഴും മുസ്ലിങ്ങൾക്ക് കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ബിസ്മില്ലാ ഖാനൊക്കെയും ആ ക്ഷേത്രത്തിന് മുമ്പിൽ, കാശി ക്ഷേത്രത്തിന് മുമ്പിലാണ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ റിയൽ പേൾ എന്ന് പറയാം, നമ്മളുടെ ഭാരതരത്നം, നമ്മുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ഇവിടെ എന്താ പറയുക, ഇവിടെ തമിഴ്നാട്ടിൽ അദ്ദേഹം അവിടെയാണ് ജീവിച്ചിരുന്നിരുന്നത്, രാമേശ്വരത്താണ് ജീവിച്ചിരുന്നിരുന്നത്. അപ്പോൾ അവരൊക്കെയും ആ ഒരു സംഘടന നടത്തിയവരാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞവരല്ല. നമ്മൾ ഭാരതീയരാണെന്ന് പറയാൻ കഴിവുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. ആയതുകൊണ്ട് തന്നെ അവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം കാലഘട്ടം മാറി, ആരാ സൂക്ഷിക്കേണ്ടത്? ഇത്രേ ഞാൻ പറയാറുള്ളൂ. അതിനാണ് എൻ്റെ മെക്കെട്ട് പ്രശസ്ത. അപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും മുസ്ലിങ്ങൾ പോയിരുന്നു. ഇനി അത് പറ്റില്ല. അതിൽ സങ്കടപ്പെടുന്നവരുണ്ടായിരിക്കും ഒരുപാട് ആളുകൾ. അതും ദൈവമല്ലേ, ഇതും ദൈവമല്ലേ. ഇവിടെയും വരുമ്പോൾ അള്ളാ എന്ന് വിളിച്ച് അവർ വടക്കുന്നാനെ തൊഴും, അള്ളാ എന്ന് വിളിച്ച് അവർ ബദരീനാഥിനെ തൊഴും, അള്ളാ എന്ന് വിളിച്ച് അവർ കാശി വിശ്വനാഥനെ തൊഴും. ഇത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ കയ്യിൽ പറയും, ഇതും കൂടി അവിടെ കൊണ്ട് ഭണ്ഡാരത്തിലിട്ടോളൂ. എത്ര മുസ്ലിങ്ങൾ കൊടുത്തയക്കും. അവരുടെ നല്ല മനസ്സ്, ഹിന്ദുക്കളുടെ നല്ല മനസ്സ്, ഈ ഹിന്ദുക്കളുടെയും ആ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കുറേ ദുഷ്ട മനസ്സുകൾ, ആ ദുഷ്ട മനസ്സുകളെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുന്ന, അത് മാത്രം കാണാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ. ഇപ്പുറത്തുണ്ട് ആൾക്കാർ, ഇതിൻ്റെ ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പ്, പച്ചത്രി ഗുണ്ടായിസം കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പം എല്ലാത്തിലും ഉണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? പ്രശസ്തമായിട്ടുള്ള ബദരീനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഇതര മതസ്ഥർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ബദരീനാഥ് ഒരു പ്രദേശമാണ് കേട്ടോ, ഇത്രയും മൂന്നൊരു അമ്പലമല്ല അവിടെ. കേദാർനാഥ് ഒരു പ്രദേശമാണത്. അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ 20 അടി 40 അടി വീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയല്ല, ആ ഒരു പ്രദേശത്തിൻ്റെ അടുത്ത് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ഇവിടെ ഗംഗ ആരതി നടക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വരും. ഞാനിവിടെ വർഷങ്ങളോളം ഡെയിലി പോയിരുന്ന ആളാണ്. അവിടെ മുസ്ലിം സ്ത്രീകൾ ധാരാളം അവിടെ കാണാം. ഇനി അവിടേക്കും കയറാൻ പറ്റാത്ത സാഹചര്യം. ഇത് ചിന്തിക്കേണ്ടത് ആരാണ്? മുസ്ലിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അവരായിട്ട് പിൻവലിയാണ് ചെയ്തത്. അവർ പിൻവലിയാൻ നിൽക്കുന്ന ആളാണ് പറഞ്ഞത്, വീഴാൻ നിൽക്കുന്നവർ തള്ളു കൊടുക്കുക, അതിനുവേണ്ടി RSകാർ അപ്പുറത്ത് നിൽക്കുന്നത്. ഏതായാലും ബദരീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി, BKTC എന്നാണ് പറയുക, ടെമ്പിൾ കമ്മിറ്റി, ബദരീനാഥ് കേദാർനാഥ്, അതിൽ മലയാളികളൊക്കെ ഉണ്ട്. അവരുടെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ നിയമം ബാധകമായിരിക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് ഹേമന്ത് ദ്വിവേദി അറിയിച്ചു. ഇവിടെ നിറച്ച് ക്ഷേത്രങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം ഇപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളതൊക്കെ അതിൻ്റെ എല്ലാ രൂപരേഖയും വെച്ച് ഇപ്പം അത് ഉടനെ തന്നെ അത് പുറത്തിറങ്ങുകയും ചെയ്യും. 6 മാസത്തെ ശീതകാല അവധിക്ക് ശേഷം ഏപ്രിൽ 23-നാണ് ബദരീനാഥ് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുക. അത്ര കാലം അടച്ചിടുകയാണ് ചെയ്യുക. അടഞ്ഞു പോകുന്നത് 10-30 അടി ഉയരത്തിൽ ഐസ് ഒന്ന് മൂടുക. കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന തീയതി അത് ശിവരാത്രിയിലാണ് പ്രസ്താവിക്കുക. അവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് ശിവരാത്രി ആകുമ്പോഴാണ് അത് പ്രഖ്യാപിക്കുക. ചതുർധാം യാത്രയുടെ ഭാഗമായിട്ടുള്ള മറ്റു 2 ക്ഷേത്രങ്ങളായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി,
അഥവാ ഏപ്രിൽ അത് അക്ഷയ തൃതീയ പ്രമാണിച്ചാൽ തുറക്കുക. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലാവരും ഇവിടെ ചെന്ന് കയറാറുണ്ട്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവിടെ കയറാറുണ്ട്. പക്ഷേ ഇപ്പോൾ മുസ്ലിങ്ങൾ അവിടെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പവിത്രത നഷ്ടപ്പെടും. കാരണം അവിടെ കയറുകയും തൊഴാൻ അവരെ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അവിടെ കയറാൻ ഇപ്പോഴാണ് പഴയ പോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. ഇപ്പം എല്ലാവരും വേഷം മാറി. എല്ലാവരും പണ്ട് പ്രേം നസീറിനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ അയോധ്യ സിനിമ നടക്കുന്ന സമയത്ത് ഞാനും പ്രേം നസീറും ഒരുമിച്ച് അഭിനയിച്ചതാണ്. ഞാൻ തലതാത്തിന്ന് അഭിനയിച്ചാൽ മാത്രമേ ദീപാകുള്ളൂ. അത് പ്രേം നസീറിന് പറ്റില്ലല്ലോ. പുത്തരി കൊയ്തപ്പോൾ എന്തു കിട്ടി അത് കാണുമ്പോൾ അതിൽ ഇത്രയും മുതലും ആൾ തലയും കുടിച്ചിട്ടുണ്ടത് ഞാനാ. അപ്പം അതെന്തോ ആവട്ടെ. അപ്പോൾ അദ്ദേഹം ഒന്നും ഞങ്ങൾ രാമനിലയത്തിൽ പോയി കണ്ടു, അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടു, അങ്ങനെ കുറേ പിള്ളേർ കൂടി. അപ്പം അവിടെ ചെന്നപ്പോൾ അങ്ങനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് മമ്മൂട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് അതിന് ആവശ്യമില്ലാതെ വേഷം കെട്ടുകളും ആവശ്യമില്ലാതെ ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് പറച്ചിലുകളും ഇതെല്ലാം ഇപ്പം തിരിച്ചടിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ക്ഷേത്ര സംവിധാനങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഇനി മുസ്ലിങ്ങളെ കയറ്റില്ലെന്നുള്ള തീരുമാനം വന്നിരിക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? നന്നായി എന്നാണോ നിങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നത്? അത് മോശമായി എന്നാണോ പറയാൻ ഇഷ്ടപ്പെടുന്നത്? ഈ ഒരു അവസ്ഥ ഇനി കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ പരക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എന്നാലേ അവരുടെ ആശയാഭിലാഷങ്ങൾക്ക് അർത്ഥം വരുള്ളൂ. ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കൾ മുഴുവൻ അടങ്ങണം, ഒതുങ്ങണം. അല്ലെങ്കിൽ അവർ സ്വയം പാർശ്വവൽക്കരണം അവർ സ്വയം ഏറ്റെടുക്കണം. അങ്ങനെ വരുമ്പോൾ നാളെ ശബരിമലയിലും പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഏത് അമ്പലത്തിലും ഏത് ജാതിക്കാർക്കും കയറാം, മതക്കാർക്കും കയറാം. അതൊക്കെ ഇനി അവിടെയും വെട്ടാൻ പോവുകയാണ്, പറ്റില്ലെന്ന് പറയാൻ പോവുകയാണ്. ഏതായാലും നല്ല ഭാവിയല്ല നമ്മുടെ ദേശത്തിനുള്ളത്. നല്ല ഭാവിയല്ല നമ്മളുടെ ജീവിത പദ്ധതികൾക്കുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. നമസ്കാരം.